1 മാസത്തോളം താൻ ആശുപത്രിയിൽ തന്നെയായിരുന്നുവെന്നും ഹെപ്പാറ്റൈറ്റിസ് എ പിടിപെട്ട് ICUവിലായിരുന്നുവെന്നും നടി ദേവി ചന്ദന. ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എവിടെയായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ 1 മാസമായി ആശുപത്രിയിലായിരുന്നു. ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പാറ്റൈറ്റിസ് എ ആയിരുന്നുവെന്നും കണ്ടെത്തിയത്. ലിവർ എൻസൈമസ് എല്ലാം നല്ല പോലെ കൂടി ICUവിലായി. അങ്ങനെ 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി. കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈമെന്ന് കരുതി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ H1N1 വന്നു. അതൊന്നുമല്ല, ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത്. എവിടുന്നാണ്, വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. കരളിന് വീക്കം വന്നതുകൊണ്ടാണ് ശ്വാസം മുട്ടലുണ്ടായത്. അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ഞാൻ. സംസാരമില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം പോലും വളരെ കുറച്ചു മാത്രമേ കഴിക്കൂ. ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും. ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. മാത്രമല്ല കണ്ണിന് മുഖത്തും എല്ലാം മഞ്ഞ നിറം വന്നു. ബിൽറൂബിൻ 18 വരെ എത്തി. എൻസൈമസ് വളരെയധികം കൂടിയെന്നും ഭർത്താവ് കിഷോറും പറയുന്നു. എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു. അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ്. പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റിയില്ല. ഫോൺ പോലും 3 ആഴ്ച കയ്യിലെടുത്തിട്ടില്ല. പിന്നെ മറ്റൊരു വിഷമമുണ്ടായത്, ചെല്ലാമെന്നേറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല. അസുഖമാണ്, ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ്. ഇപ്പോഴും ലിവർ പഴയ രീതിയിലേക്ക് വന്നിട്ടില്ല. വളരെ കെയർ ചെയ്താണ് ജീവിക്കുന്നത്.